അപ്പോൾ നമ്മൾ പഴയ നടക്കാവിൽ പോയിട്ട് വരികയാണ്. തുടക്കത്തിൽ തന്നെ നമ്മൾ പുരാമ്പലിൽ പോയിട്ടുണ്ടായിരുന്നു. മലസ്ഥാനത്ത് പോയി അവിടെ കണിമംഗലം ശാസ്താവ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മടത്തിൽ വരവ് തുടങ്ങിടത്തുനിന്ന് പോയി. അപ്പോൾ അവിടെയും ഒരുക്കങ്ങളാവുന്നുള്ളൂ. പോലീസുകാർ കണ്ടമാനുണ്ട്, പിന്നെ ഈ ക്യാമറക്കാർ. ഇവിടെ നടുവിലാല് പന്തിൽ കണ്ട പന്തിൽ നല്ല സ്റ്റൈലായിട്ട് കിട്ടുക. അന്നലെ ഞാൻ വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ പ്രതീക്ഷ വഴി കൂടെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ആദ്യം പൂരം കാണാതിരിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു, ഖാദി ഗ്രാമോദ്യമൊക്കെ പോകാൻ. അമ്മയുള്ളപ്പോൾ നല്ല ബസ്സിലൂടെയൊക്കെ ഇരുന്നിട്ട് നമ്മൾ വെടിക്കെട്ട് കണ്ടിട്ടുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ VPN കെട്ടിടത്തിൻ്റെ പോലെ ഖാദിക ഇത്രയും അടുത്ത് ഇന്ന് വെടിക്കെട്ട് കണ്ട് വളർന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ വെടിക്കെട്ടൊന്നും നമുക്ക് പുത്തിരിയല്ല. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം വെടിക്കെട്ട് അപകടം ഉണ്ടായ കാരണം വെടിക്കെട്ട് മാറ്റി വെച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൂരപ്പറമ്പിൽ ഈ മരിച്ചിട്ടുള്ള ഒരാളെ പോലും ഫോട്ടോ അവിടെ കണ്ടില്ല. തിരുവമ്പാടിയുടെ ഭാഗത്തും കണ്ടില്ല, പറമേകാവിൻ്റെ ഭാഗത്തും കണ്ടില്ല, വേറെ ഒരു ഭാഗത്തും കണ്ടില്ല. അതാണ് ഖാദി ഗ്രാമോദ്യമം. അപ്പോൾ ഇവിടെ പറയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ മാനേജർ മാത്രമേ വന്നിട്ടുള്ളൂ. മാനേജറെ ഞാൻ നേരത്തെ കണ്ട് സംസാരിച്ചു. പോലീസുകാർ ചൂലടിച്ചിട്ടാണ് നിൽക്കുക. ഇന്നലെ നമുക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ അല്ല, ഇന്ന് കാലത്ത് വിവേക് എന്ന് പറഞ്ഞൊരു മൃഗസംരക്ഷണ വകുപ്പിലത്തെ ആൾ സുപ്രീം കോടതി അയാളെ നിയോഗിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ ആനകളുടെ കാര്യം അന്വേഷിച്ചു. അയാളെ അങ്ങോട്ട് കടത്തിയില്ല. അപ്പോൾ അയാൾ പറഞ്ഞത് ഒറ്റ ആനയ്ക്ക് പോലും ഫിറ്റ്നസ് ഇല്ല എന്ന് പറഞ്ഞത്. വെടിക്കെട്ടിനും ഇതേപോലെ തന്നെ വെടിക്കെട്ടിന് സാങ്ഷനാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ പൈസ കൊടുത്ത് നേടുക എന്നല്ലാണ്ട് വേറെ ഒരു കാര്യങ്ങളുമില്ല. വെറുതെ ഒരെണ്ണത്തിന് അവിടെ അഴിച്ചിട്ടുണ്ട് മാത്രം, ചൂലഴിച്ചിട്ട് ഇങ്ങനെ മാറി ദൂരം കാണാൻ ആൾക്കാരെ ഭയപ്പെടുത്തുന്ന മാതിരിയുള്ള വെഡിങ് കോലൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇന്ന് എന്തൊക്കെ ഉണ്ടാകുന്ന അറിയില്ല. ഇത്ര നേരം വെയിലൊന്ന് ഡിമ്മായിരുന്നു. ഞാനിന്ന് എല്ലായിടത്തേക്കൊന്ന് കണ്ടിട്ട് വരാൻ വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ മടത്തിൽ വരവ് നടക്കുന്നിടത്തേക്കൊന്ന് പോയി അവിടെ കാര്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളൊന്നും നടക്കുന്നില്ല. അവിടെ കുറേ പോലീസുകാരുണ്ട്. അത്ര തന്നെയുള്ള ഇറങ്ങി വരുന്നു. ഒരാനയ്ക്ക് പോലും ഫിറ്റ്നസ് ഇല്ലാന്ന് പറഞ്ഞിങ്ങനെ. അപ്പോൾ ഇന്ന് എന്തൊക്കെ ഉണ്ടാവുമെന്നറിയില്ല. അത് കഴിഞ്ഞിട്ട് മുതലക്കണ്ണീര് കുറേ ഒഴിച്ചു. മുതലക്കണ്ണീര് കുറക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാനന്ന് കേട്ടോ അവിടെയാണ് നമ്മൾ തുടക്കം, പൂരത്തിൻ്റെ തുടക്കം. MG റോഡ് വിജനായിട്ട് വരുന്നത്. അവിടെ നിന്ന് ഏതാ പൂരം വരണ്ട? ഈന്തോള് പൂരം ഉണ്ട്. ഈന്തോള് പൂരം ഉണ്ട്. കണ്ടമാന ആംബുലൻസ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കുണ്ട്. പോലീസ് കണ്ടുണ്ട്. ഞാൻ സ്ത്രീ മൂലസ്ഥാനത്തേക്ക് അവിടെ കയറി വരിക. കണിമംഗലം ശാസ്താവ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത റിപ്പോർട്ടായിട്ട് ഞാൻ വീണ്ടും വരും. അത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ഷൂട്ടിങ് ചെയ്യുന്നെങ്കിൽ ഇതിലൊന്ന് ഇടണം. അപ്പോൾ എല്ലാവർക്കും പൂരം നന്നായി കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പൂരത്തിന് വേണ്ടി പോരാട്ടം